കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ SFI വനിതാ നേതാവ് 24-നെതിരെ നൽകിയ മാനനഷ്ട കേസ് കോഴിക്കോട് ഫസ്റ്റ് അഡീഷണൽ മുനിസിപ്പൽ കോടതി തള്ളി. കോടതി ചെലവ് നൽകണമെന്നും ഉത്തരവിലുണ്ട്. വനിതാ നേതാവിന് സർവകലാശാല സിൻഡിക്കേറ്റ് ഇൻഡെക്സ് മാർക്ക് കൂട്ടി നൽകിയ വിവാദം വാർത്തയായി നൽകിയതിലായിരുന്നു 24-നെതിരെ കേസ് നൽകിയത്. 2009 MA പാസ്സായ മുൻ SFI വനിതാ നേതാവിന് വർഷങ്ങൾ കഴിഞ്ഞ് മാർക്ക് ദാനമായി നൽകിയെന്നായിരുന്നു വാർത്ത. 2007-2009 വർഷം സർവകലാശാലയുടെ വിമൻസ് സ്റ്റഡീസ് വകുപ്പിൽ MAക്കാണ് ഇവർ പഠിച്ചത്. മതിയായ ഹാജരില്ലാത്ത വിദ്യാർത്ഥിക്ക് ഹാജരിനുള്ള മാർക്ക് നൽകാൻ പാടില്ലെന്നാണ് സർവകലാശാല ചട്ടം. വ്യവസ്ഥ മറികടന്ന് എല്ലാ പേപ്പറിനും മുഴുവൻ മാർക്കും നൽകണമെന്ന വിദ്യാർത്ഥി നേതാവിന്റെ അപേക്ഷ അന്നത്തെ VC ഡോക്ടർ അൻവർ ജഹാൻ സുബൈരി തള്ളിയിരുന്നു. എന്നാൽ പുതിയ അപേക്ഷ പരിഗണിച്ച കാലിക്കറ്റ് സിൻഡിക്കേറ്റിന്റെ സ്ഥിരം സമിതി മാർക്ക് അധികമായി നൽകുകയായിരുന്നു. ഇതിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും MSFും രംഗത്തെത്തി. ഇതാണ് 24 റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെയാണ് SFI വനിതാ നേതാവ് മാനനഷ്ടത്തിന് കേസ് നൽകിയത്. കേസിൽ വാദം പൂർത്തിയാക്കി കോടതി കേസ് തള്ളുകയും കോടതി ചെലവ് നൽകാൻ ഉത്തരവിടുകയുമായിരുന്നു. 24-നായി അഡ്വക്കേറ്റ് KS അനീഷ് കുമാർ ഹാജരായി. അന്ന് സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപികയായി ജോലി ചെയ്തിരുന്ന ഇവർക്ക് സ്ഥിരം നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയ്ക്കുള്ള ഇൻഡെക്സ് മാർക്ക് കൂട്ടി ലഭിക്കുന്നതിന് വേണ്ടിയാണ് മാർക്ക് ദാനം നൽകിയതെന്നായിരുന്നു ആരോപണം. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.